CPM പ്രവർത്തകനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥി ആലപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്ത് 1-ാം വാർഡിലാണ് രക്തസാക്ഷിയെ മറന്ന് CPM സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. CPM പ്രവർത്തകനായിരുന്ന ഭദ്രനെ കുത്തിക്കൊന്ന കേസിൽ രംഗനും അച്ഛൻ പൊടിയതുമായിരുന്നു മുഖ്യപ്രതികൾ. രംഗന്റെ ഭാര്യ പ്രസീതയെയാണിപ്പോൾ CPM ആറാട്ടുപുഴ 1-ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, CPM രക്തസാക്ഷിയുടെ അല്ലെങ്കിൽ കൊലപാതകിയുടെ ഭാര്യയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ്. അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ്? ദേവിക, ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ പഞ്ചായത്ത് കടലോര മേഖലയാണ്. അവിടുത്തെ 1-ാം വാർഡിലാണ് ഇപ്പോൾ CPMന്റെ ഭദ്രൻ എന്ന് പറഞ്ഞ പഴയ പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായിരുന്ന രംഗൻ്റെ ഭാര്യ പ്രസീതയെ മത്സരിപ്പിക്കുന്നത്. രംഗൻ്റെ അച്ഛൻ പൊടിയനാണ് ഈ കേസിൽ കുറ്റക്കാരനായതും ശിക്ഷ അനുഭവിച്ചതും. അദ്ദേഹം കുറ്റമേറ്റതുകൊണ്ട് രംഗനെ വെറുതെ വിടുകയായിരുന്നു. വേണ്ടത്ര തെളിവുകളില്ല എന്നതിനാൽ കോടതി വെറുതെ വിട്ടു. എന്നിരുന്നാൽ പോലും അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും ആരോപണ വിധേയനായ ഒരു വ്യക്തിയായിരുന്നു രംഗൻ. ആ രംഗൻ്റെ ഭാര്യയെ തന്നെയാണ് ഇപ്പോൾ CPM 1-ാം വാർഡിൽ മത്സരിപ്പിക്കുന്നത്. ഇതിനെതിരെ പാർട്ടിയിൽ തന്നെ വലിയ പ്രതിഷേധമുണ്ട്. കഴിഞ്ഞ തവണ CPMനെതിരെ മത്സരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ പ്രസീത. അന്ന് 190 വോട്ട് ഈ പ്രസീത പിടിക്കുകയും അത് CPMന്റെ തോൽവിക്ക് കാരണമാവുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇത്തവണ പ്രസീതയെ മത്സരിപ്പിക്കുന്നത്. ഇതിനെതിരെ പാർട്ടിയിൽ നിരവധി പേര് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഒരു വിഭാഗം ആൾക്കാർ ഈ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയും അത് പാർട്ടി അംഗീകരിക്കുകയും ചെയ്തു. പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. പാർട്ടിയിൽ ഒരു പാർട്ടി പ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായിരുന്ന ആളുടെ ഭാര്യയാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നത് എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഈ രീതിയിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഒട്ടാകെ തന്നെ പലയിടത്തും തർക്കങ്ങൾ നിൽക്കുന്നു. വലിയ പ്രതിഷേധങ്ങളുണ്ട്. അത്തരത്തിൽ റിബൽ സ്ഥാനാർത്ഥികളുമുണ്ട്. വിയൂരം പഞ്ചായത്തിലടക്കം റിബൽ സ്ഥാനാർത്ഥികൾ CPMന് രംഗത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയം ചൊല്ലിയുള്ള തർക്കവും അഭിപ്രായ ഭിന്നതയുമാണ് കാരണമായി നിൽക്കുന്നത്. അത് വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നതും. ദേവിക, ശരി, അത് തന്നെയാണ്. CPM പ്രവർത്തകനെ കുത്തിക്കൊന്ന കേസിലെ പ്രതിയായ കോൺഗ്രസ് പ്രവർത്തകന്റെ ഭാര്യ CPM സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ആലപ്പുഴ ആറാട്ടുപുഴ പഞ്ചായത്ത് 1-ാം വാർഡിലാണ് രക്തസാക്ഷിയെ മറന്ന് CPM സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത്. CPM പ്രവർത്തകനായിരുന്ന ഭദ്രനെ കുത്തിക്കുന്ന കേസിൽ രംഗനും അച്ഛൻ പൊടിയതുമായിരുന്നു മുഖ്യപ്രതികൾ. രംഗന്റെ ഭാര്യ പ്രസീതയാണ് ഇപ്പോൾ CPM ആറാട്ടുപുഴ 1-ാം വാർഡിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നത്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.